പക്ഷേ ഈ ഡെറിവേറ്റീവ് ട്രേഡിങ്ങിന്റെ അളവ് ഇപ്പോൾ ഉള്ള അളവിൽ നിന്ന് ഒരു 50% ബോർഡ് ഓഫീസറിനെ കുറയ്ക്കാൻ അവർക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റും. എന്താണെന്നറിയോ? ബെറ്റിംഗ് ഗാംബ്ലിംഗ് ലീഗലാണ്. ഇന്ത്യയിൽ ബെറ്റിംഗ് ഗാംബ്ലിംഗ് ചെയ്യാൻ അവർക്ക് ഓപ്പർച്യൂണിറ്റി ഇല്ല. ആ ഓപ്പർച്യൂണിറ്റി ഇല്ലാത്തപ്പോൾ ബെറ്റിംഗ് ഗാംബ്ലിംഗ് ഇൻസ്റ്റിങ് ഉള്ള ആൾക്കാർ ഡയറക്റ്റ് വരുന്നൊരു പ്ലാറ്റ്ഫോമാണ് സ്റ്റോക്ക് മാർക്കറ്റ്. അവർ അതിനുവേണ്ടി യൂസ് ചെയ്യും. അതൊരു കാര്യമാണ്. ബെറ്റിംഗ് ഗാംബ്ലിംഗ് ലീഗൽ ആക്കുവാണെങ്കിൽ തന്നെ പല ആൾക്കാരും സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരില്ല. അവർ അവിടെ തന്നെ ബെറ്റിംഗ് ഗാംബ്ലിംഗ് ആയിട്ട് ചെയ്തിട്ട് അവരുടെ ആ ഒരു ത്വരയുണ്ട്. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ മാർക്കറ്റിൽ ഒരു സൈക്കിളുണ്ട്. ദ ഗ്രേറ്റ് സൈക്കിൾ എന്ന് പറയും. ഈ സൈക്കിളിൽ സംഭവിക്കുന്നത് വെച്ചാൽ ഒരു സൈക്കിൾ നോർമൽ എക്കണോമിക് സൈക്കിൾ ഉണ്ടല്ലോ, ബൂം, ഡിപ്രഷൻ, ബസ്റ്റ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എക്കണോമിക് സൈക്കിൾ ഉണ്ട്. ഈ സൈക്കിളിൽ ഈ ബൂം വരുന്നതിന് മുമ്പ് കുറച്ച് കാലത്തേക്ക് ആൾക്കാരെന്ന് വെച്ചാൽ ഈ കമ്പനികൾ ഗ്രോത്ത് ഉണ്ടാവും. കമ്പനികൾ ഡിപ്രഷനിൽ എടുക്കും, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് റിസഷൻ അങ്ങനെയുള്ള സ്റ്റേജിൽ എടുക്കും. ആ സമയത്ത് പ്രോഫിറ്റ് ഉണ്ടാവില്ല, സ്റ്റോക്ക് മാർക്കറ്റ് ഭയങ്കര താഴ്ന്നു എടുക്കും. അത് കഴിഞ്ഞിട്ടൊരു ബൂം സ്റ്റേജ് ഉണ്ട്, ഗ്രോത്ത് സ്റ്റേജ് ഉണ്ട്. ആ ഗ്രോത്ത് സ്റ്റേജിൽ ഏലിയൻ വേവിലാണെങ്കിൽ വേവ് 3 എന്ന് പറയും പ്രിഡോമിനന്റ്ലി. ഈ വേവ് 3, വേവ് 4 ഒക്കെ, വേവ് 3, വേവ് 5 ഒക്കെ വരുമ്പോഴേക്കും മാർക്കറ്റ് ഗ്രാജുവലായിട്ട് അപ്പ് മൂവ് ആയിരിക്കും. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ ഭയങ്കരമായിട്ട് പൈസ ഉണ്ടാക്കുന്നതാണ്. ഇപ്പോൾ ഒരാള് ഒരിടത്ത് ഇരുന്നിട്ട് രാവിലെ മുതൽ രാത്രി എല്ലാ ദിവസവും വർക്ക് ചെയ്യും. അത് കഴിഞ്ഞിട്ട് മന്തിൽ വർക്ക് ചെയ്തിട്ട് 10,000, 20,000, 30,000, 50,000 എനിക്ക് സാലറി കിട്ടുന്നത്. പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ പെട്ടെന്ന് വളരുന്നതാണ്. അത് വളർന്ന് കാണുമ്പോഴേക്കും ആൾക്കാർ ഇതിലേക്ക് അട്രാക്റ്റഡ് ആയിട്ട് ഇതിലേക്ക് വരും. ഇതിലേക്ക് വന്ന് സ്റ്റാർട്ടിംഗിൽ ഈ ബൂം സ്റ്റേജിൽ മാർക്കറ്റിൽ വരുന്ന ആൾക്കാർക്കൊക്കെ പൈസ കിട്ടുകയും ചെയ്യും. അവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ അത് കാണുമ്പോഴേക്കും കൂടുതൽ ആൾക്കാർ വരുമ്പോഴും ആൾക്കാർക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും പൈസ. അപ്പൊ ഈ സ്റ്റേജ് തീരാറാകുമ്പോഴേക്കും നമുക്ക് പ്രൊഡക്റ്റീവായിട്ടുള്ള ആൾക്കാരെക്കാളും കൂടുതൽ ആൾക്കാർ സ്റ്റോക്ക് മാർക്കറ്റിലുണ്ട്. അപ്പൊ വിഷ്ണു സുനിൽ എന്ന് പറയുന്നത് അതൊരു ഇംബാലൻസ് ആണ്. ആ ഇംബാലൻസ് അവിടെ ക്രിയേറ്റ് ആകുന്നതിന്റെ റീസൺ ഇതാണ്. കൂടുതൽ ആൾക്കാർ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരും, പ്രൊഡക്റ്റീവായിട്ടുള്ള ആൾക്കാർ കുറയും. അപ്പൊ എന്ത് സംഭവിച്ചാൽ പ്രൊഡക്റ്റീവായിട്ടുള്ള ഔട്ട്പുട്ട് കുറയും മാർക്കറ്റിൽ, അല്ലെങ്കിൽ ഇക്കണോമിയിൽ. ഇത് യൂസ് ചെയ്ത് പ്രോഫിറ്റ് ആക്കാൻ ട്രൈ ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കൂടുകയും ചെയ്യും സ്റ്റോക്ക് മാർക്കറ്റിൽ. അപ്പൊ അത് കറക്റ്റ് ചെയ്തിട്ട് ആൾക്കാരെ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ തിരിച്ച് പ്രൊഡക്റ്റീവ് ആക്കാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവരണം. അത് നാച്ചുറലായിട്ട് സംഭവിക്കുന്ന ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സിലേക്ക് ആൾക്കാരെ കൊണ്ടുവരുന്നതാണ് അവർ ലോസ് അടിക്കും. എല്ലാവർക്കും പൈസ ഉണ്ടാക്കാൻ പറ്റില്ല. സ്റ്റോക്ക് മാർക്കറ്റ് ഡെറിവേറ്റീവ് മാർക്കറ്റ് നെഗറ്റീവ് സം ഗെയിമാണ്. സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ് ഒരു പോസിറ്റീവ് സം ഗെയിമാണ്. ബിക്കോസ് അവിടെ ഒരു വെൽത്ത് ക്രിയേഷൻ നടക്കുന്നത്. പക്ഷെ എന്നാലും ലിമിറ്റ് ഇല്ല. അതിൽ കൂടുതൽ ആൾക്കാർ വരുമ്പോഴേക്കും എല്ലാവർക്കും പൈസ ഉണ്ടാക്കാൻ പറ്റും. ആ ഭൂമിയിലെത്തുമ്പോഴേക്കും ഒരുപാട് ആൾക്കാർ സ്റ്റോക്ക് മാർക്കറ്റിലുണ്ടാവും. പ്രൊഡക്റ്റീവായിട്ട് കുറച്ച് ആൾക്കാരുണ്ട്. അപ്പൊ ഇവർ ലോസ് അടിക്കാറുണ്ട്. ലോസ് അടിക്കുമ്പോഴേക്കും ഇത് ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ ഇവിടുന്ന് ചേണോട്ടായി പോയിട്ട് അവർ തിരിച്ച് പ്രൊഡക്റ്റീവ്